ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മൊക്കിൻ പെരുവലോർ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് EV ആണ്. EV വെഹിക്കിളാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പഞ്ചാണ് അതും പഞ്ചിൻ്റെ EV ആണ്. അപ്പോൾ ഇത് പഞ്ചിൻ്റെ EVയിൽ നമുക്ക് എന്തൊക്കെ ആക്സറീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇതിലൊന്നും ആക്സറീസ് ചെയ്യാനില്ല. ഓൾറെഡി ആക്സറീസൊക്കെ ഫിറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു വിധം കാണാൻ നിരത്തിലിറക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത വണ്ടിയാണ് EV വണ്ടി. പിന്നെ EV വണ്ടിയിൽ നമ്മൾ പൊതുവെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാറില്ല. മറ്റുള്ള വാഹനങ്ങളുടെ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നെങ്കിലും EV വാഹനങ്ങളുടെ ടാറ്റ നിഷ്കർഷിക്കുന്നില്ല, അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് ടാറ്റയുടെ ഉൾഭാഗത്ത് എനിക്കിഷ്ടമായത് ആ കൺസോളൊക്കെയാണ്. ആ സെൻട്രൽ ഫേഷ്യ കൺസോൾ, അതുപോലെ ഇൻഫോടൈൻമെൻറ്റ്. നമ്മുടെ സെൻട്രൽ ഫേഷ്യയുടെ ലോവർ പോർഷൻ നോക്കൂ, ഗിയർ ലിവർ പോർഷനൊക്കെ എന്തായാലും ഒരു ചെറിയ ഒരു നോബാണ്. നമ്മൾ സ്പീക്കറിന് ഇൻഫോടൈൻമെൻറ്റിൻ്റെ സൗണ്ട് കൂട്ടുന്ന പോലെയാണ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ. പിന്നെ എനിക്കിഷ്ടമായത് സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സ്പോക്കുമ്പിലാണ് ടാറ്റ എന്നുള്ള എംബ്ലം. അത് TFT ഡിസ്പ്ലേ ആണ്. സീറ്റ് കവർ ഇത് വെന്റിലേറ്റഡ് സീറ്റാണ്. ഫുൾ ഓപ്ഷനിൽ നമുക്ക് മറ്റുള്ള വണ്ടികളിൽ ഫുൾ ഓപ്ഷൻ കൊടുക്കുന്ന സൗകര്യങ്ങളാണ് ടാറ്റയുടെ ബേസ് മോഡലുകളിൽ വരെ കിട്ടുന്നത്. അപ്പോൾ ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി അത് പറയാതെ തന്നെ വയ്യ. എന്താ വെച്ചാൽ ആ ഡോറ് കണ്ട വെറുതെ തൊടുമ്പോഴേക്കും ഡോറ് പോയി അടയും. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഡോറുകളാണ് ടാറ്റയുടെ ഡോറുകൾ. വീല് അലോയ് വീലാണത്. ഈ അലോയ് വീലിന് വേറെ പ്രത്യേകതയുണ്ട്. ഈ അലോയ് വീലിൽ 4 സ്പോക്കുകൾ വരുന്നതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് വരുന്നുണ്ട്. എന്നാലും അത് വന്നാലും കൂടിയിട്ടാണ് ആ ഭംഗിയുള്ളൂ. പ്രിസിഷൻ കട്ട് ഡ്യുവൽ ടോൺ അലോയ് വീലാണ്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ബോഡി സൈഡ് മോൾഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രോമുള്ള ഡോർ വൈസറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അത് വണ്ടി PDIക്ക് വേണ്ടി വന്ന് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഡിസ്പ്ലേ നോക്കൂ. ഇതൊക്കെ ഞാൻ ആ AC കൺട്രോൾ യൂണിറ്റ്, എയർ ബാഗ് 7 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. നമ്മൾ ഈ AC കൺട്രോൾ യൂണിറ്റ് വരുന്ന ഭാഗത്ത് ഞാൻ ഒന്നും കാണാനില്ല. വെറുതെ കീ ഓൺ ചെയ്തോളപ്പോൾ അതൊക്കെ ഡിസ്പ്ലേ ആണ്, ടച്ചുള്ള ഡിസ്പ്ലേ ആണ് ആ യൂണിറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളെ മുന്നിലെത്താൻ നിർത്തുന്നു. മൊക്കിൻ